ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് മൂന്നാർ. ഇന്നൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മൂന്നാർ പട്ടണവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒന്നായി മൂന്നാർ എന്ന് അറിയപ്പെടുന്നു. മൂന്നാറിൻ്റെ ചരിത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ് മൂന്നാർ. ആദ്യകാലത്ത് തമിഴരും ചുരുക്കം മലയാളികളും മാത്രമാണ് അവിടെ താമസിച്ചിരുന്നത്. ഇവരെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളായി കൊണ്ടുവന്നതാണ്. തോട്ടങ്ങളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും മാനേജർമാരുമെല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു. മൂന്നാറിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ മോണോറെയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ജലവൈദ്യുതി പദ്ധതിക്ക് വഴികാട്ടിയതും കന്നുകാലി തുടങ്ങിയവയുടെ വളർത്തലുമൊക്കെയായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ആദ്യം റബ്ബർ തൈ നട്ടെങ്കിലും പിന്നീട് അത് തേയില തോട്ടമായി കൃഷിക്ക് ഉപയോഗിക്കുകയായിരുന്നു. 1902 മൂന്നാറിലെ സ്റ്റോപ്പ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മോണോറെയിൽ സ്ഥാപിച്ചു. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വേയിലൂടെ കോട്ടക്കുടയിലും അവിടെ നിന്ന് തൂത്തുക്കുടി തുറമുഖത്തും എത്തിച്ചായിരുന്നു തേയില ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചിരുന്നത്. വിവിധ എസ്റ്റേറ്റുകളിൽ നിന്ന് കാളവണ്ടി മാർഗമാണ് തേയില മൂന്നാറിൽ എത്തിച്ചിരുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു കൃഷി രീതികളും അവിടെ നടപ്പിലാക്കിയിരുന്നു. പിന്നീട് മാട്ടുപ്പെട്ടിയിൽ ഇൻഡോസിസ് പ്രോജക്റ്റ് സ്ഥാപിക്കുകയും ഇവിടം കേരളത്തിലെ കന്നുകാലി വർഗോദ്ധാരണത്തിൻ്റെ തുടക്കമിട്ട് സ്ഥലമാകുകയും ചെയ്തു. മാടുകളുടെ ഗ്രാമം എന്നർത്ഥം വരുന്ന മാട്ടുപ്പെട്ടിയിൽ വികസിപ്പിച്ചെടുത്ത സുനന്ദിനി എന്ന സങ്കരയിനം ബീജമാണ് കേരളത്തിലെ ധവള വിപ്ലവത്തിന് വഴിയൊരുക്കിയത്. ഇതിനിടയിൽ ആദ്യ ജലവൈദ്യുത നിലയം 1906 പെരിയാർ കനാൽ പവർ ഹൗസിൽ പ്രവർത്തനം തുടങ്ങി. തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് തൊഴിലാളികളെ കൊണ്ടുവന്നത്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും നിഷേധിക്കപ്പെട്ടു. കമ്പനിമാരുടെ കീഴിൽ തൊഴിലാളികൾ ദുരന്തം അനുഭവിച്ചു. 12 മണിക്കൂർ ജോലി, ഒരു വീട്ടിൽ ചാക്കുകൊണ്ട് മറച്ച 5 കുടുംബങ്ങൾ തുടങ്ങിയ കഷ്ടതകൾ അവിടെ നിലനിന്നിരുന്നു. വേതന വർധനവും ബോണസും ആവശ്യപ്പെട്ട് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ 9 ദിവസം തുടർച്ചയായി സമരം നടത്തിയതാണ് 2015 തൊഴിൽ സമരം. ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ കക്ഷികളെയും വിശ്വാസത്തിലെടുക്കാതെ തൊഴിലാളി സ്ത്രീകൾ നേരിടുന്ന നിയന്ത്രണത്തിലായിരുന്നു സമരവും ചർച്ചയും. ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ അടങ്ങുന്ന തോട്ടം തൊഴിലാളികളുടെ ഈ സമരത്തിന് പ്രധാന ആവശ്യങ്ങൾ ബോണസ് പുനഃസ്ഥാപിക്കുക, അത് 20% തന്നെ നിജപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു. അതുകൂടാതെ ദിവസക്കൂലിയായി 232 രൂപയിൽ നിന്ന് 500 വർദ്ധിപ്പിക്കുക എന്നിവയായിരുന്നു അവരുടെ മറ്റു ആവശ്യങ്ങൾ. സമരം വിജയകരമായി അവസാനിപ്പിക്കാൻ തൊഴിലാളികൾക്കായി ബോണസായി 8.3% വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഭൂപ്രകൃതിയും കാലാവസ്ഥയും പറയുകയാണെങ്കിൽ, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1600-1800 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ നിലയത്തിൽ 9 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് അവിടുത്തെ താപനില. ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെയുള്ള കാലയളവിലാണ് വിനോദസഞ്ചാരികൾ കൂടുതൽ. ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാറിന് അടുത്തുള്ളതാണ്. തെക്കിൻ്റെ കാശ്മീർ എന്ന അപരനാമത്തിൽ മൂന്നാർ പ്രസിദ്ധമാണ്. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളിലൂടെയുള്ള സഞ്ചാരം നമ്മുടെ നയനങ്ങൾക്ക് വേറിട്ട അനുഭൂതിയും കാഴ്ചയും അതിമനോഹരമാണ്. അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിൻ്റ്, കുണ്ടള ഡാം, ടോപ്പ് സ്റ്റേഷൻ, രാജമല, ആനമുടി, ആനയിറങ്ങൽ ഡാം, കൊള്ളുങ്കുമല തുടങ്ങിയവയാണ്. പ്രധാന സ്ഥാപനങ്ങൾ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെൻറ് കോളേജ്, ട്രൈബൽ സ്കൂൾ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി തുടങ്ങിയ ഒട്ടനവധി സ്ഥാപനങ്ങളും അവിടെയുണ്ട്. തേയിലത്തോട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒട്ടനവധി വ്യത്യസ്ത ഇനം തേയിലകൾ അവിടെ വളർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളോട് കൂടിയ ഒരു സ്ഥലമാണ് മൂന്നാർ. അവിടുത്തെ കാണാൻ നമുക്ക് കഴിയുന്ന ഇരവികുളം നാഷണൽ പാർക്ക്, മാട്ടുപ്പെട്ടി ഡാം, ആനമുടി, ഇതെല്ലാം നിശ്ചിത ദൂരങ്ങളിൽ തന്നെയാണ് ഉള്ളത്.
മൂന്നാർ ഈസ് ഓൾസോ നോൺ ആസ് എ മിസ്റ്റി ഹിൽസ്. Munnar is a town and a hill station located in the Idukki district of southern western Indian state, Kerala. Then മൂന്നാറിൻ്റെ മറ്റ് വിശേഷങ്ങൾ അതിൻ്റെ ഭൂപ് ശാസ്ത്രമാണ്. ഭൂമി ശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നാറിലും പരിസര പ്രദേശങ്ങളും ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് 1450 മീറ്ററോളം അകലെയാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും വിദേശത്തു നിന്നും നോർത്തേൺ ഇന്ത്യയിൽ നിന്നും അതുകൂടാതെ നമ്മുടെ നാട്ടിൽ നിന്നുമൊക്കെ ഒട്ടനവധി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലവും കൂടിയാണ് മൂന്നാർ. നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിരിക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് മൂന്നാർ. എല്ലാവരും തീർച്ചയായും അവിടുത്തെ ജീപ്പ് സഫാരി എൻജോയ് ചെയ്യാം. അതുകൂടാതെ എലിഫൻറ്റ് സഫാരി അവിടെ ഉണ്ട്. അതുകൂടാതെ മറ്റൊട്ടനവധി ട്രക്കിംഗ് സ്പോട്ടുകളും ഫാൻറ്റസി ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ലൊരു സ്പോട്ട് തന്നെയാണ് മൂന്നാർ. ഇന്ത്യക്ക് പുറത്തും യൂറോപ്യൻ കൺട്രികളിലും അതുകൂടാതെ ഗൾഫ് രാജ്യങ്ങളിൽ വരെ നമ്മുടെ കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്നതിന് പ്രധാന പങ്കും വഹിക്കുന്നുണ്ട്.